മനുഷ്യന്മാരെ, ഞാൻ തൃശ്ശൂർ കയ്പമംഗലം കടപ്പുറത്താണ്. ഈ കടലിൻ്റെ ക്ഷോഭ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, മലവെള്ളം പാഞ്ഞ് വരുന്ന മാതിരിയാണ് തിരമാല കരയത്തേക്ക് പാഞ്ഞ് വരുന്നത്. എന്നിട്ടാണ് ഒരു അന്തവും കുന്തവും അല്ലാതെ ഓരോ ആൾക്കാരും കുട്ടികളെ കൂട്ടിക്കാണ്ട് കടൽ കാണാൻ വരുന്നത്. ഈ തിര വലിയ തിര ഈ മഴക്കാലമാണ്. വലിയ തിര അടിച്ച് വരികയാണെന്ന് വെച്ചാൽ എന്താ കാര്യം ചെയ്യാം, വലിയ ആൾക്കാരാണെന്ന് വെച്ചാൽ എങ്ങനെയും രക്ഷപ്പെടാമെന്ന് നോക്കാം. പക്ഷേ ഈ കുട്ടികളുണ്ടാകുമ്പോഴോ, കുട്ടികൾ ആ തിരയിൽ കൂടി അങ്ങോട്ടാണ്ട് കടലിലേക്ക് പോകുന്നല്ലാതെ വേറൊരു മാർഗ്ഗം ഉണ്ടാവില്ല. കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് കുട്ടികളെ രക്ഷിക്കാനും ഒരു മാർഗ്ഗം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് കാണ്ട് ഈ മഴക്കാലത്ത് ഈ കടൽ കാണാൻ ഏതെച്ചാൽ കുട്ടികളെ കൂട്ടിക്കാണ്ട് ഈ കടപ്പുറത്തേക്ക് വരാൻ നിൽക്കരുത് പ്ലീസ്. അപ്പോൾ ദയവ് ചെയ്തുകാണ്ട് ഈ മഴക്കാലത്ത് കുട്ടികളെ കൂട്ടിക്കാണ്ട് കടപ്പുറം കാണാൻ പോകരുത്. അതേമാതിരിയാണ് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ കരുവാരക്കുണ്ട്, നിലമ്പൂർ, കാളികാവ് ഭാഗം മലയാണ്. അപ്പോൾ ആ മലയിലേക്ക്, ആ ചോലയിലേക്കൊന്നും കുളിക്കാൻ മഴക്കാലത്ത് പോകാൻ നിൽക്കരുത്. എന്നുവെച്ചാൽ മഴക്കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് പോകാമല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ കടലിൽ മീൻ പിടിച്ചാൻ പോകുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. അതുകൂടി നിങ്ങൾ നല്ല സർക്കാർ അത് വെച്ചാൽ കേൾക്കണം, അവരുടെ ഒരു ദയനീയ അവസ്ഥ. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈ മഴക്കാലം കയ്യോളം ഈ പാവത്തുകൾ വെച്ചാൽ നമുക്കൊക്കെ മീൻ പിടിച്ചുകൊണ്ട് കരുവാരം കൊണ്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ പാവത്തുകൾ പട്ടിണിയാക്കാരം. അപ്പോൾ സർക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെയൊക്കെ എന്തെങ്കിലും റേഷൻ കടിയിൽ സാധാരണ ഒരാൾക്ക് 4 കിലോ അരിയാണ്, ഒരു 20 കിലോ അരിയിലും ഈ മഴക്കാലം കയ്യോളം സർക്കാർ കൊടുക്കാൻ ശ്രമിക്കുള്ളൂ. ആണല്ലേ? ഇതൊക്കെ ഇനി മഴക്കാലം കഴിഞ്ഞിട്ടുള്ളൂ ഈ തോണിയൊക്കെ എടുക്കുക. എന്നുവെച്ചാൽ കടലിലേക്ക് മീൻ പിടിച്ചാൻ വേണ്ടി എടുക്കുക. ഇതൊക്കെ പോലെ വലകളാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വെച്ചാൽ കേരളാങ്കുണ്ടിൽ കടുവ ഇറങ്ങിയിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരുന്നത്. അപ്പോൾ വെച്ചാൽ ശനി ഞായർ ദിവസങ്ങളൊക്കെ കേരളാങ്കുണ്ടിൽ വെച്ചാൽ കേരളാങ്കുണ്ട് കാണാൻ കണ്ടമാനം ജനങ്ങളാണ്ട് വരലുണ്ട്. അതേമാതിരി ഇപ്പോൾ ഇനി പെരുന്നാൾക്കും വരും. അപ്പോൾ ദയവ് ചെയ്തുകൊണ്ട് ഇക്കൊല്ലത്തെ പെരുന്നാൾക്ക് നിങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കരുത്. കാരണം അവിടെ കടുവയാണ്. ആ കടുവിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കാളികാവ് ചോക്കാടത്തെ ഒരു ടേപ്പിങ് തൊഴിലാളിൻ്റെ കടുവ അടക്കാക്കുണ്ടെന്ന് കടിച്ചുകാണ്ട് കൊന്നിക്കണേ. അപ്പോൾ ദയവ് ചെയ്തുകൊണ്ട് ഈ പെരുന്നാൾക്ക് നിങ്ങൾ കേരളാങ്കുണ്ടക്ക് വരാൻ നിൽക്കരുത്. അതിനെ ഫോറസ്റ്റുകാർ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വന്നോളൂ. ഓക്കെ? പിന്നെ പറയാനെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോസിൽ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്ന വീഡിയോസ്, യൂട്യൂബിൽ ഇട്ട് തരുന്ന വീഡിയോസ്, യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളാണല്ലോ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോസിൽ നാടിനെ പറ്റിയ വെച്ചാൽ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് ഈ പണിൻ്റെ ടൈമിൽ, പണി കഴിഞ്ഞിട്ട് എനിക്ക് ടൈം കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. നാട്ടിലത്തെ വിശേഷങ്ങൾ, അതേമാതിരി എൻ്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നേക്ക് ഇട്ട് തരും. അതേമാതിരി എനിക്ക് പാട്ട് ഇഷ്ടമുള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പാട്ട് പാടിക്കാണ്ട് നിങ്ങളെ മുന്നേക്ക് വരും. അപ്പം നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ള ഫുഡ് വെച്ചാൽ ചോറാണ് ഈ കുക്കറിൽ, ചോറ്. അതേമാതിരി കറിയിൽ തന്നെ ഇവിടെ സെറ്റ് ആയിക്കാണ്ട് നിൽക്കണേ, കണ്ടില്ലേ കറി. അപ്പോൾ നാടിട്ടുകാണ്ട് പോന്നാൽ ഇതൊക്കെ ഒരു രസമാണ്. പക്ഷേ അതിൽ ഉപരി പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഭാര്യനെ, എൻ്റെ സോനുമോനൊക്കെ വെച്ചാൽ ഇട്ടുങ്ങാണ്ട് വെച്ചാൽ വിട്ടുങ്ങാണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര മനസ്സിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ഗതികേടുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ എൻ്റെ കല്യാണം വെച്ചാൽ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് 40 ദിവസത്തിൻ്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു. ആ 40 ദിവസം പറഞ്ഞാൽ 40 കൊല്ലത്തിൻ്റെ മാതിരിയായിരുന്നു. എന്നിട്ട് ആ 40 ദിവസത്തെ ഓരോ ദിവസം തന്നെ ഇങ്ങനെ രാത്രി ആലോചിച്ച് എൻ്റെ വീട്ടിലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. ആ ടൈപ്പിൽ
നമ്മളെ അന്ന് ഒരു സിനിമ ഇറങ്ങുന്നു കരിമാടിക്കുട്ടൻ്റെ കരിമാടിക്കുട്ടൻ പറഞ്ഞാണ്ട് ഒരു സിനിമ ഇറങ്ങുന്നു നമ്മളെ മണിച്ചേട്ടൻ്റെ. അതിലൊരു പാട്ടുണ്ടായിരുന്നു, വാ വാ താമര പെണ്ണേ നീ എൻ കൊങ്കരനല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി പാട്ടു പാടാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി പാട്ട് പാടാൻ വാ, ലാ 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 ലാ. ആ പാട്ട് കേട്ടുകാണ്ട് എൻ്റെ ഭാര്യനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമെന്ന്. ഞാൻ എൻ്റെ ഭാര്യനെ ആലോചിച്ചാണ് ഇപ്പോൾ പാടിത്തരാം. വാ വാ എൻ്റെ ഭാര്യേ നീ എൻ പൊങ്കരനല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കരുവാരക്കുണ്ട് മസ്ജിദിൻ്റെ തമ്പൂരാട്ടി ഒരു പാട്ടു പാടാൻ വാ, കരുവാരക്കുണ്ട് മസ്ജിദിൻ്റെ തമ്പൂരാട്ടി ഒരു പാട്ട് പാടാൻ വാ, വാ വാ കുഞ്ഞുട്ടി വാരേ നീ എൻ കൊങ്കരനല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. എങ്ങനെയുണ്ട് പാട്ട്? അവ ഭാര്യന് എൻ്റെ ഭാര്യന് എൻ്റെ സോൽമോനൊക്കെ വിട്ട് നിന്നിട്ട് വെച്ചാല് നല്ലൊരു കൃതിയാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ എൻ്റെ വർക്കും കൂടി കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യുള്ളൂ. പിന്നെ പണി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. 90 48 99 35 48 ഈ നമ്പർക്ക് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പണി പറഞ്ഞാൽ ഞങ്ങൾ തറ തൊട്ടുങ്ങാണ്ട് താക്കോല് കൊടുക്കണ വരെ പണിയെടുക്കും. അതേമാതിരി വീടിൻ്റെ തേപ്പ് വെച്ചാൽ അത് കൊടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി പടവ് കാണിച്ചാൽ പടവ് കൊടുക്കും. എന്നുവെച്ചാൽ പണി മുന്നിക്ക് വന്നാൽ ചെറുതോ വലുതൊന്നുമില്ല, ചെറിയ പണി എടുക്കും വലിയ പണി എടുക്കും. ഓക്കെ, അതിനുള്ള ആൾ എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ എൻ്റെ വർക്കും കൂടി കണ്ടുകൊണ്ടു. എൻ്റെ ഫോൺ ഒരു 10 രൂപേൻ്റെ ഫോണാണ്. അപ്പോൾ ഞങ്ങൾ പണിയെടുക്കണം അവിടെ ലൈറ്റ് കമ്മിയാണ്. അപ്പോൾ അത്ര വില ക്ലിയർ വർക്ക് കാണാനുണ്ടാവില്ല. കാരണം ക്യാമറയിൽ തന്നെ പവർ കമ്മിയാണ്, അവിടെ ലൈറ്റും കമ്മിയാണ് പണിയെടുക്കണം അവിടെ. അപ്പോൾ ജനലിൻ്റെ കരവിൻ്റെ പണി കഴിഞ്ഞിട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത്ര പോലെ പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മങ്ങി കാണുന്നത്.